ലോക ചിരിദിനത്തിന്റെ പ്രാധാന്യം പറയാനാണോ എന്ന സംശയത്തിൽ എന്തിനാണെന്നറിയാത്ത ചിരിയും കളിയും നിറഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം വിലങ്ങി നാടിന്റെ മുഖ്യമന്ത്രി പരിഹാസനാവുന്നത് കാണേണ്ടി വന്നൊരു ഗതികെട്ട വാർത്താ ദിനമാണ്. ആ നാടിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ADGPക്കെതിരെ ഇത്ര കണ്ട് പരിശോധനകൾ, പോലീസ് മേധാവി, ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച്, വിജിലൻസ് എന്ന് വേണ്ട അന്വേഷണങ്ങൾ കാക്കത്തൊള്ളായിരം, അങ്ങേയറ്റം അട്ടിമറിപ്പണിയിൽ ഒരു വെറുപ്പിന്റെ സംഘം ചേർന്ന ക്ഷേത്രോത്സവം അലമ്പാക്കിയെന്ന് മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുമ്പോഴും ക്രമസമാധാനക്കാരനെതിരെ DGP റിപ്പോർട്ട് കൊടുത്തിട്ടും ഒറ്റ പേപ്പറിൽ എടുത്തു മാറ്റാവുന്ന ആ ലോ ആൻഡ് ഓർഡർ കുപ്പായം മാറ്റിപ്പോലും വേദനിപ്പിക്കാതെ ഏമാനെ പൊന്നുതമ്പുരാൻ ചേർത്തു കൈക്കുമ്പിളിൽ കരുതലോടെ കാത്തുരക്ഷിക്കുമെന്ന ഇടതുവിരുദ്ധ അവിശുദ്ധ പ്രഖ്യാപനമാണ്. RSS മേലാളന്മാരുമായി തലയിൽ മുണ്ടിട്ട് പോയി കണ്ട കാര്യം നാട്ടുകാർക്ക് അത്രയും ബോധ്യമായിട്ടും അത് നാഗ്പൂർ തന്നെ സ്ഥിരീകരിച്ചിട്ടും സംഘപരിവാരം വെട്ടിക്കൂട്ടിയ രക്തസാക്ഷി ഓർമ്മയിലെങ്കിലും ആ കാവിക്കൂടാര കൂടിക്കാഴ്ച ഒരു തെറ്റാണ് എന്ന ആർജവത്തോടെ ഇടതുബോധ്യം വിഴുങ്ങാനും മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ രാഷ്ട്രീയ മൂർച്ചയുള്ള നാവിന് വിലങ്ങിട്ട് കടലകൾ കൂട്ടിക്കെട്ടിയത് ഏതു ശക്തി? മണിക്കൂറൊന്ന് വാർത്താ സമ്മേളനത്തിൽ 50 മിനിറ്റിൽ ആഞ്ഞടിച്ച് നശീകരണ മാധ്യമങ്ങളൊന്നും കേസെടുത്ത് മൂക്കിൽ കയറ്റുമെന്നും വിരട്ടാൻ നാക്കുമൂർച്ചയുള്ള മുഖ്യമന്ത്രിക്ക് ഇന്ന് ആ ദേശീയ പത്രത്തിനെതിരെ രോഷത്തിൽ പൊട്ടിത്തെറിക്കുന്ന പുത്തൻ ജാർഗണില്ല, വെറുപ്പില്ല. പ്രതികരണം പാലും തേനും പഞ്ഞിമുട്ടായി പരുവത്തിൽ കരുണാർദ്രമാണ്. ഈ കേരളം ഒരു ഭീകര സംസ്ഥാനമാണെന്നും ദേശവിരുദ്ധ കുഞ്ഞുങ്ങളെ അടവച്ചിറക്കുന്ന നേഴ്സറിയാണെന്നും വെറുപ്പിന്റെ നറേറ്റീവിന് ദാസ്യപ്പെട്ട് നടത്തിയവർക്കെതിരെ കേസെടുക്കുമെന്നും അവർക്ക് ശമ്പളം നാഗ്പൂരാണോ എന്ന് അന്വേഷിക്കുമെന്നും മുട്ടുപറയില്ലാതെ പറയാതിരിക്കാനും മാത്രം താങ്കളെ പേടിപ്പിക്കുന്ന പ്രേതമാരാണെന്ന് പേർത്തു ചോദിക്കലാണ് പ്രതിപക്ഷം. അവതാരവാഴ്ചകൾ നിറഞ്ഞ അധികാര വഴിയിൽ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ വേണം ദേശീയ പത്രത്തോട് 4 വർത്താനം പറയാനെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തിരിക്കുന്ന ആ പ്രസ് സെക്രട്ടറിയെയും മീഡിയ സെക്രട്ടറിയെയും ഇറക്കി വിട്ട് ആ PRD അങ്ങ് പൂട്ടിക്കളയണം സർക്കാർ. CPM മുൻ സാമാജിക പുത്രനൊപ്പം ഗോളാന്തര PR കമ്പനി മുതലാളി വിനീത് ഹാണ്ഡെ മുറിയിലെത്തിയത് അറിഞ്ഞില്ലെന്ന് പറയലാണ് പിണറായി. ആ ധൂർത്തയാത്രാ കാലത്ത് എഴുന്നള്ളത്ത് വണ്ടിക്ക് 7 അയലത്ത് വന്ന വിയോജിപ്പിന് ശബ്ദങ്ങളെ മുക്കറയിട്ടിറങ്ങി മണ്ടയടിച്ചു കയറിയ ജാഗ്രതാ സംവിധാനങ്ങൾക്കിടയിൽ ഏതോ ഒരുത്തൊരു വഴിപോക്കൻ കേരള ഹൗസിൽ പൂരപ്പണം എന്ന മട്ടിൽ അതിക്രമിച്ചു കയറി ആദ്യാവസാനം അവിടെ കുത്തിയിരുന്ന് പറഞ്ഞത് മൊത്തം കേട്ടു എന്ന് വിശ്വസിക്കണോ കേരളം? പാതിരാത്രിയല്ല ഇത്, പട്ടാപ്പകലെന്ന് പറഞ്ഞാൽ ഓംബ്ര ശരിയാണേ എന്ന് തുല്യം ചാർത്തുന്ന അടിമക്കണ്ണന്മാർക്ക് പോലും വംശനാശകാലമാണ്. ലോജിക്കില്ലാത്ത ഇല്ലാ മറുപടികൾ പൊട്ടിച്ചിരിച്ച് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളം ആഹരിക്കുന്നത് ചോറാണ്, ഉരുട്ടി വിഴുങ്ങുന്നത് CMA ചാണകവറളിയല്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. CM അത് ചിരിക്കുക മാത്രമാണ് ചെയ്ത മറുപടിയിൽ. അതിൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാവോ? ഈ സുബ്രഹ്മണ്യനെതിരെ നടപടിയെടുക്കുമോ? അവിടെ വർഗീയ കലാപം ഉൾപ്പെടെ നീങ്ങുന്ന രീതിയിലേക്കാണ് വൈകാരിക പ്രതികരണം വന്നിരിക്കുന്നത്. ചെറിയ കാര്യമല്ലല്ലോ CM അത്. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ശരി നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത്, നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, CPM നേതാവ് ശ്രീ SK സജീഷ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. SK സജീഷ്, ഇന്നിപ്പോൾ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ, ഇടതുപക്ഷ LDFനെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തിച്ച സാധാരണ വോട്ടർമാർക്കെങ്കിലും ബോധ്യമായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ SK സജീഷ്? തീർച്ചയായും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കും വാർത്താമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി ജനങ്ങളുമായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും നല്ലവണ്ണം ബോധ്യമാകുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ ഇവിടെ മാധ്യമങ്ങൾക്ക് ഈ ഇന്നത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില അജണ്ടകളുണ്ടായിരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനം അലങ്കോലമാക്കലും അതിൽ ശബ്ദവും ബഹളവും സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെ ജനങ്ങൾ കേൾക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ പല മാധ്യമപ്രവർത്തകരും നടത്തിയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ തൻ്റെ നെഞ്ചിൽ മൈക്ക് കുത്തി വന്നിട്ട് തൻ്റെ ശബ്ദം മാത്രം കേൾപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ പെരുമാറി. മാത്രവുമല്ല, അത് ഒപ്പിയെടുക്കാൻ വേണ്ടി പ്രത്യേകമായി ഒരു ക്യാമറ പ്രത്യേകമായി സെറ്റ് ചെയ്യുന്ന സ്ഥിതി പോലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രവുമല്ല, ഇന്നത്തെ 45 മിനിറ്റിലധികം നീളുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പലതവണ ഞാൻ ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ, നിങ്ങൾ സമാധാനപരമായി ഇരിക്കൂ, നിങ്ങൾ ബഹളം വെക്കല്ലേ എന്ന് പലതവണ മുഖ്യമന്ത്രിക്ക് ആവർത്തിക്കേണ്ടി വന്നു. ഉത്തരങ്ങൾ കേൾക്കാതിരിക്കാനും ക്ലാരിറ്റിയോടുകൂടി പറയുന്നത് ജനങ്ങൾ അറിയാതിരിക്കാനുമുള്ള ഒരു വ്യഗ്രത കാണിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്ന്
ആ വാർത്താ സമ്മേളനം കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയല്ല, അതിന് പകരം എല്ലാവരും കൂടി ബഹളം വെച്ച് ചോദ്യമില്ലാതെ ഉത്തരം കേൾക്കാതെ ഒരു ബഹളമയമാക്കി മാറ്റാനുള്ള പരിശ്രമം നടന്നു എന്ന് വാർത്താ സമ്മേളനം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ PR ഏജൻസി എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ വരാത്ത കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു എന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഹിന്ദു പത്രത്തിനോട് ആവശ്യപ്പെട്ടത്, അത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടത്. ആ തിരുത്തിൽ അവർ അങ്ങേയറ്റം മാന്യമായ രീതിയിലുള്ള തിരുത്ത് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവർ അതിൻ്റെ മറുപടിയുടെ ഭാഗമായി പറഞ്ഞു, മാധ്യമപ്രവർത്തനത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തു വന്ന വീഴ്ച, ആ തെറ്റ് അതിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന്. എന്നാലും ആ വിഷയം അവസാനിപ്പിക്കാതെ മുഖ്യമന്ത്രി അങ്ങനെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം, അതൊരു തെറ്റായ പ്രചരണമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും ആ വിവാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. മുമ്പ് ഇത് നമുക്ക് ഇന്നലകളിലേക്ക് പോകാം. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? താങ്കൾ പറഞ്ഞു മാധ്യമങ്ങൾ ബഹളം വെച്ചു എന്ന്. താങ്കൾ പറഞ്ഞു മാധ്യമങ്ങൾ ബഹളം വെച്ച് ചോദിക്കുന്നത് എന്താണ്? ശ്രീ എസ് കെ സജീഷ്, കേരളത്തിന്റെ ഉത്തമ താല്പര്യത്തിനുള്ള ചോദ്യങ്ങളല്ലേ താങ്കളുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും എൻ്റെയും ഈ നാടിൻ്റെയും ഉത്തമ താല്പര്യത്തിനുള്ള ചോദ്യങ്ങളാവാൻ കാരണം ഈ നാടിനെ ഇപ്പോൾ തീവ്രവാദ നഴ്സറിയാണ്, ഇത് ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുന്ന് അമിത്ഷാ പറയും, കർണാടകയിൽ നിന്ന് പറയും, അങ്ങോട്ടേക്ക് നോക്കും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ എന്ന് അമിത്ഷാ പേടിപ്പിക്കും. ആ നറേറ്റീവിനോട് തുല്യം ചാർത്താൻ കഴിയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടേതായി ഈ പറയുന്ന ഹിന്ദു പത്രത്തിന് ബൈ റിട്ടേൺ കീസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി എഴുതുന്നു. മുഖ്യമന്ത്രി എന്ന് പറയുന്നു, ഈ പറയുന്ന PR ഉണ്ട് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. കാരണം എന്താണ്? അറിയാവുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുൻ MLA യുടെ മകൻ പറഞ്ഞു, അത് കാരണം ഞാൻ ഹിന്ദു ഇന്റർവ്യൂ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിനൊരു പ്രസ്താവനയല്ലേ ഹിന്ദുവിലേക്ക് എഴുതിപ്പോയത്? എസ് കെ സജീഷ്, ഇവർക്കെതിരെ ഒരു പരിശോധന ഉണ്ടാകുമോ, ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന ചോദ്യത്തിന് പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകുമെന്ന് 2 വാക്ക് പറഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമുണ്ടാകുമായിരുന്നോ? ശ്രീ സജീഷ്, എന്താണത് പറയാൻ മടി? എന്താണ് പേടി? എന്താണ്? ഒരു കാര്യം, താങ്കൾ ഇവിടെ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അത് താങ്കളുടെ പതിവ് രീതി എന്നുള്ള രീതിയിൽ തന്നെ അതിന് അത്രയേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഞങ്ങൾ ഒരു പക്ഷേ ചർച്ചയിൽ പലപ്പോഴും താങ്കളുടെ ഇൻട്രോ ശ്രദ്ധിക്കാറില്ല. കാരണം അത് താങ്കളുടെ ഒരു പ്രത്യേകമായ ശൈലിയിലാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു PR ഏജൻസിയെയും മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ വെച്ചിട്ടില്ല. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ തന്നെ അതിന് കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു PR ഏജൻസിയും കാശ് കൊടുത്തിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിൽ പലരും അഗ്രഗണ്യന്മാരാണ്. ഇവിടെ ആലപ്പുഴയുള്ള ദേവകുമാർ MLA യുടെ മകൻ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കണം, ഒരു ദേശീയ മാധ്യമമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അതെനിക്കും താല്പര്യമുള്ള വിഷയമാണ്. കാരണം കേരളത്തിലെ പല വിഷയങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് പത്രസമ്മേളനത്തിൽ പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദു പോലെയുള്ള ഒരു ദേശീയ ദിനപത്രത്തിന്, പൊതുവെ നല്ല നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുന്നതിന് തനിക്കും താല്പര്യക്കുറവില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭിമുഖം കൊടുത്തത്. അതിനകത്ത് ഏതെങ്കിലും ഒരു PR-ന്റെ പ്രശ്നം വരുന്നില്ല. സജീഷ്, ഇനി PR ഉണ്ടെങ്കിലും അതൊരു മഹാപരാധമായി ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല. PR എന്ന് പറയുന്ന സാധനം ഈ രാജ്യത്തെ ഒരു സംവിധാനമാണ്, അത് ഉപയോഗിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ കുറവാണ്. ഇനി PR ആണെങ്കിൽ തന്നെ അതൊരു മഹാപരാധമായി ഞാൻ കാണുന്നില്ല. സജീഷ്, എൻ്റെ പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ നാടിൻ്റെ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിയെ ഞാൻ 100% വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി ഈ പറയുന്ന മലപ്പുറത്ത് പിടിക്കുന്ന ഹവാല പണവും മലപ്പുറത്ത് പിടിക്കുന്ന സ്വർണ്ണപ്പണവും ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനം ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, ഈ പറയുന്ന ഇപ്പോൾ ഹിന്ദുവിൻ്റെ മാപ്പപേക്ഷ നല്ല നിലയ്ക്കുള്ള തീരുമാനം എന്ന് മുഖ്യമന്ത്രി പറയുന്നല്ലോ സജീഷ്. ആ ഹിന്ദു പറയുന്നു, കീസൺ എന്ന് പറയുന്ന ഈ പറയുന്ന PR ഏജൻസി ഞങ്ങളെ സമീപിച്ചു, ഈ പറയുന്ന 2 പേർ അന്ന് അഭിമുഖ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു, അതിലുള്ള രേഖാമൂലം ഇത് ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് എഴുതി തന്നു. അതിനുശേഷമാണുള്ള മാപ്പപേക്ഷ. എസ് കെ നമ്മുടെ കേരളത്തിൻ്റെ വളരെ മിനിമം ചോദ്യം, അത്തരത്തിൽ നാടിനെ കുട്ടിച്ചോറാക്കാനും പരുവത്തിന് ദേശീയ ദിനപത്രത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യം മൊത്തം കേരളത്തിനെ ഒരു ഭീകര സംസ്ഥാനമായി ചിത്രീകരിക്കാൻ അരുനിന്ന ഇവർക്കെതിരെ അന്വേഷണം വേണോ, നടപടി വേണോ? സജീഷ്, തീർച്ചയായും ഇപ്പോഴത്തെ ചോദ്യത്തിന് കുറച്ച് വിപുലമായി തന്നെ മറുപടി പറയേണ്ടി വരും. അതിന് താങ്കൾ അനുവദിച്ചേ പറ്റൂ. അതായത് ഇന്ത്യയിൽ ഏറ്റവും വലിയ PR ഏജൻറ്റ്, മോദിയുടെ വരെ PR ഏജൻറ്റായി പ്രവർത്തിച്ച കനകോലു ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ KPCC യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കേരളത്തിൽ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വിവാദങ്ങൾ തീരാത്തതുകൊണ്ടാണ് ഒരു വശത്തിന് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഈ PR പണി
യോഗത്തിൽ കയറി നടത്തിക്കൊണ്ടിരിക്കുന്ന കനകോലവും അപ്പുറത്ത് BJPക്ക് വേണ്ടി വരാഹ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന PR പണിയും കൊണ്ടാണ് ഈ വിവാദം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം എവിടെ അവസാനിക്കുകയാണ്? മുഖ്യമന്ത്രി തൻ്റെ അഭിമുഖത്തിൽ, റെക്കോർഡ് ചെയ്യപ്പെട്ട അഭിമുഖത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നയാളല്ല മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവിടെ തെറ്റായ രീതിയിൽ കാര്യം വന്നു. ആ വന്നത് നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഹിന്ദു പത്രവും പറഞ്ഞു. അവിടെ അവസാനിപ്പിക്കുക. ഇത്തരത്തിലൊരു അവസാനിക്കാത്ത കാരണം എന്താണ്? പ്രശസ്തി ഇല്ല. എസ്.കെ. സജീഷ് പറയുന്നത് ദേശാഭിമാനി വായിച്ചതുകൊണ്ടാണ്. മുഖ്യമന്ത്രി അങ്ങനെ അതുകൊണ്ടാണ് താങ്കൾക്ക് മനസ്സിലാവാത്തത്. കാര്യം ദേശാഭിമാനിയിൽ ഈ പറയുന്ന കേസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മാപ്പപേക്ഷ മാത്രമേ ഉള്ളൂ. താങ്കൾ അത് മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ. എസ്.കെ. സജീഷ് പക്ഷേ പ്രശ്നം എന്താണ്? ഹിന്ദു മാപ്പപേക്ഷയ്ക്ക് പറയുന്നതിന്റെ മുകളിലോട്ട് പറയുന്നത് ഈ പറയുന്ന PR ഏജൻസി വായിക്കാത്ത ആളുകളും മനസ്സിലാക്കാത്ത ആളുകളും നിങ്ങൾ കുറച്ച് കടന്നു ചിന്തിക്കുന്ന ആളുകളുമാണ് എന്നൊന്നും പറയല്ലേ ഹാഷ്മി? ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഞാൻ പറയുന്നത് അങ്ങൊരു CPM-കാരനാണ്. അങ്ങൊരു പക്ഷേ അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങയുടെ പാർട്ടി മുഖപത്രം മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യം എന്താണ്? ആ പാർട്ടി മുഖപത്രത്തിൽ ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ പാർട്ടി മുഖപത്രത്തിൽ പറയുന്ന മാപ്പപേക്ഷ മാത്രമാണ്. സജീഷ്, മാപ്പപേക്ഷയ്ക്ക് മുൻപ് ഈ പറയുന്ന കേസ് എന്ന് പറഞ്ഞ PR ഏജൻസിയെ കുറിച്ച്, അവർ സമീപിച്ചതിനെ കുറിച്ച്, അവരുടെ 2 പ്രതിനിധികൾ അതിൽ പങ്കെടുത്തതിനെ കുറിച്ച്, രേഖാമൂലം കൊടുത്തതിനെ പറ്റി അതിൽ പറയുന്നുണ്ട്. എസ്.കെ. സജീഷ്, ഞങ്ങളൊന്നും ആവില്ലേ? എസ്.കെ. സജീഷ്, അല്ല ഒന്ന് കേൾക്കൂ. എൻ്റെ ചോദ്യം ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന വളരെ ഏറ്റവും ലളിതമായ ചോദ്യം. നാടിനെ കുട്ടിച്ചോറാക്കാൻ നമ്മൾ നേരത്തെ നമ്മൾ ഒരുമിച്ച് എതിർത്തവരാണ്. ഇവിടെ ഇടത് ജിഹാദി കൂട്ടുകെട്ട്, ഇവിടെ ഇതൊരു ഭീകര സംസ്ഥാനമാണ്, ഇവിടെ നടക്കുന്നത് മുഴുവൻ അങ്ങേയറ്റം വൃത്തികെട്ട പണികളാണ് എന്ന ഒരു നറേറ്റീവ്, എന്ന ചിത്രീകരണത്തിന് ഓശാന പാടി, ദാസ്യപ്പണി ചെയ്ത്, ഷൂ നക്കി, അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ പറയുന്ന ഹിന്ദു ദിനപത്രം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഈ പറയുന്ന PR ഏജൻസിയും ഈ പറയുന്ന സുബ്രഹ്മണ്യനും. എങ്കിൽ അവർക്കെതിരെ അന്വേഷണം വേണോ, നടപടി വേണോ? അത് ഹിന്ദുവിന്റെ ചുമതലയാണോ സജീഷ്? പറയാം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് ഞാൻ പത്രം വായിക്കാറില്ല, എനിക്ക് യാതൊരു രീതിയിലുള്ള അറിവുമില്ല എന്നുള്ള രീതിയിലൊക്കെ സ്ഥാപിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്കളായിരിക്കും വളരെ മികച്ചയാൾ എന്ന് ഞാൻ സമ്മതിച്ചു വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ. താങ്കൾക്ക് അത്രയും അറിവിൻ്റെ നിറഗോപുരമായ താങ്കളുടെ മുന്നിൽ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന്, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ? ഞാൻ അതുമാത്രമേ വായിക്കാറുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ അതുമാത്രമേ വായിക്കാറുള്ളൂ. ആയിക്കോട്ടെ, അത്രയ്ക്കെങ്കിലും ഗുണം എനിക്കുണ്ടാകുമെന്ന് കൂട്ടിക്കോ. പണ്ട് EMS ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഴയ കാലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെപ്പറ്റി നല്ലത് എന്തെങ്കിലും നിങ്ങൾ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറയേണ്ടി വരും, പണ്ട് മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, എന്നെപ്പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞു കണ്ടാൽ പ്രിയപ്പെട്ട സഖാക്കളെ എനിക്ക് തെറ്റുപറ്റി എന്ന് കരുതിക്കൊള്ളൂ എന്ന്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുമ്പോൾ സുബ്രഹ്മണ്യന് പണം കൊടുക്കുന്നത് നാഗ്പൂരാണെന്ന് അന്വേഷിക്കണോ സജീഷ്? സുബ്രഹ്മണ്യന് ശമ്പളം കൊടുക്കുന്നത് നാഗ്പൂരിൽ നിന്നാണോ എന്ന് അന്വേഷിക്കണോ സജീഷ്? പറയട്ടെ ഹാഷ്മി, ഇങ്ങനെ താങ്കളുടെ സത്യത്തിൽ എനിക്ക് പ്രകോപിതനാകണമെങ്കിൽ താങ്കളുടെ ഇൻട്രോയിൽ തന്നെ പ്രകോപിതമാകാമല്ലോ. ഞാൻ കേട്ടില്ലല്ലോ, താങ്കൾ കേട്ടില്ലല്ലോ, ഒരുപാട് പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. താങ്കൾ കേൾക്കാറില്ലെന്ന് ആദ്യം പറഞ്ഞത്. താങ്കൾ അത് കേൾക്കാറില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾ കേട്ടില്ലോ, പിന്നെ അത് വിട്ടേക്കോ. പറഞ്ഞുകൊണ്ടിരിക്കുമോ? എനിക്ക് താങ്കൾ ഒരു സമയം അനുവദിക്കും. നമുക്കങ്ങനെ താങ്കൾ ഒരു സമയം അനുവദിക്കും, അതിൽ ഞാൻ പറയാം. വെറുതെ ഒരു തർക്കത്തിനോ മറ്റോ ഞാനില്ല. എസ്.കെ. സജീഷ്, ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഞാൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന ആക്ഷേപിക്കാൻ സംസാരിക്കാൻ വേണ്ടി പറ്റും. എസ്.കെ. സജീഷ്, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി പറയാം. ഒരേ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. ആ ചോദ്യം ഇന്നതാണ് എന്ന് ഹാഷ്മി തീരുമാനിച്ച്, ഹാഷ്മിയുടെ ഉത്തരമാണെങ്കിൽ എന്റെ ഉത്തരം ഹാഷ്മിയുടെ ഉത്തരമാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഹാഷ്മി പറഞ്ഞോളൂ. ഹാഷ്മി ഉദ്ദേശിക്കുന്നതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകും. ഒറ്റ മിനിറ്റ്, എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടും. ഞാൻ എന്റെ ചോദ്യത്തിന് ഞാൻ അങ്ങോട്ട് ചേർത്ത് പറയാം. ഞാൻ ചേർത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അനുവദിക്കില്ല. ഞാൻ ചേർത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. എസ്.കെ. സജീഷ്, ഇതാണെങ്കിൽ ഈ അഭിമുഖം നടക്കുന്ന 28-ാം തീയതിയാണ്, 22 സെപ്റ്റംബർ. 13 സെപ്റ്റംബറിന് കേരളത്തിൽ നിന്ന്, കേരള പ്ലേസിൽ വെച്ച് ഡൽഹിയിലെ ഫിനാൻഷ്യൽ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിലേക്ക് ഒരു വാർത്താക്കുറിപ്പ് പോകുന്നുണ്ട്. വാർത്താക്കുറിപ്പിന്റെ രൂപത്തിൽ ഒരു PR ഏജൻസി ഒരു കുറിപ്പ് പോകുന്നുണ്ട്. അതിൽ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ്. ഓവർ ദ ലാസ്റ്റ് 5 years the Kerala government has taken significant steps to crack down on gold and hawala smuggling in the state എന്നിങ്ങനെ പറഞ്ഞിട്ട് a significant portion of the hawala funds is believed to have been funneled into the state to support banned organization with the majority of seizures taking place in Malappuram district. 13-ാം തീയതി കേരളത്തിൽ നിന്ന് ഡൽഹിയിലെ
ദേശീയ മാധ്യമ പ്രമുഖന്മാർക്കെല്ലാം ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഒരു PR ഏജൻസിയിൽ നിന്ന് പോയ വാർത്താക്കുറിപ്പാണ് ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് കേരളത്തിൽ മലപ്പുറത്ത് പിടിക്കുന്ന ഈ പണം ഇവിടെ നിരോധിത സംഘടനകളെ കൊഴുകുകയാണ് എന്ന് പറഞ്ഞു. ചില മാധ്യമങ്ങൾ അത് കൊടുത്തു, ചില മാധ്യമങ്ങൾ കൊടുത്തില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ, അത് കഴിഞ്ഞ് ഈ പ്രസ് നോട്ടിൽ പറയുന്ന അതേ അർത്ഥത്തിൽ ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു, ഇവിടെ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയാത്ത വാചകങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തുവെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ അജണ്ട എന്താണ് എന്ന് ഞാൻ പറയുന്നത്, ഇത് വലിയ കൊമ്പത്തെ അന്വേഷണം വേണ്ട. ഒരു ലോക്കൽ പോലീസിൽ ഒരാളോട് പറഞ്ഞ FIR ഉണ്ട് എസ് കെ സജീഷ്. ഹാഷ്മി, ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ താങ്കൾ അനുവദിക്കുമോ? താങ്കൾ ഉദ്ദേശിക്കുന്ന ഉത്തരമേ അല്ല എൻ്റെ ഉത്തരം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ഉത്തരം പറയാൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഉത്തരം പറയാൻ എനിക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതും ഒരു ജനാധിപത്യ മര്യാദയാണ്. ഞാൻ വ്യത്യസ്തമായ ഉത്തരം പറയട്ടെ. വ്യത്യസ്തമായ ഉത്തരത്തിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനുശേഷം താങ്കൾ പ്രകടിപ്പിക്കൂ. എൻ്റെ വാക്കുകൾക്കിടയിലേക്ക് കയറില്ലേ, അത് എൻ്റെ അഭിപ്രായം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനിടയാകും. താങ്കൾക്ക് ഈ 1 മണിക്കൂർ ചർച്ചയുണ്ടല്ലോ, അതിൽ കുറച്ചധികം സമയം എനിക്കും കിട്ടുമല്ലോ. എൻ്റെ സമയം ഞാൻ എങ്ങനെയെങ്കിലും പ്രയോഗിക്കട്ടെ. താങ്കൾക്കത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഇൻട്രോ പോലെ തന്നെ എന്നെ 4 പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളൂ ഈ ചർച്ച. അതല്ലേ അതിൻ്റെ ഒരു രീതി? ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിന് എൻ്റെതായ മറുപടിയാണ്. അതായത് കേരളത്തിൽ കഴിഞ്ഞ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത്, സംഘപരിവാരം രാജ്യത്ത് അധികാരത്തിൽ വന്ന ശേഷം മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും മാതൃകയായ ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു ബദൽ സൃഷ്ടിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പല രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏതോ ആരോ എന്ന് പറയുന്ന ഒരു പ്രസ് നോട്ട് എന്നെല്ലാം താങ്കൾ വിശദീകരിച്ചല്ലോ. അത് ഏതാണ്, ആരാണ് എന്ന് താങ്കൾക്ക് പോലും അറിയില്ല. അത്തരം അജ്ഞാത കേന്ദ്രങ്ങൾ പോലും ഈ കേരളത്തിനെതിരായി പകപോക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. സംഘപരിവാരത്തിന് നേർ വിപരീതമാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് ഈ ആക്രമണത്തിന് വിധേയമാകുന്നത്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലയ്ക്ക് RSS വില പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും അതുകൊണ്ടാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വർഗീയതയ്ക്കെതിരാണ്. ആ വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയം അവർക്ക് അപകടമാണ് എന്ന് രാജ്യം ഭരിക്കുന്ന BJPക്ക് അറിയാം. വർഗീയതയെ പ്രതിരോധിക്കാൻ വർഗപരമായി ജനങ്ങൾ ഒന്നിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ക്ഷീണവും അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടത് കർഷക സമരം, വർഗ സമരം നടന്ന 5 സംസ്ഥാനങ്ങളിലെ ജില്ലകളിലാണ് എന്ന തിരിച്ചറിവ് അവർക്കറിയാം. അതുകൊണ്ട് വർഗപരമായി തൊഴിലാളി വർഗവും കർഷക വർഗവും ഉൾപ്പെടെയുള്ള വർഗങ്ങൾ സംഘടിക്കാൻ വേണ്ടി പാടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വർഗീയ ഐക്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ ശത്രുത ഈ സംസ്ഥാനത്തോടും ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ശക്തമാണ് എന്നതുകൊണ്ട് പൊതുവായും കാണിക്കുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയാണ്. അത് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മറ്റൊരുപക്ഷത്തിന് ജിഹാദ് നടത്താനുള്ള സ്ഥലമാക്കി ഈ കേരളത്തെ മാറ്റിയിരിക്കുന്നു. ഒരേ ലൈനിലാണ് എന്റെ ചോദ്യം. താങ്കൾ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ കേരളത്തെ മന്ദയിൽ അധിക്ഷേപിക്കാൻ നീക്കം നടത്തിയവർക്കെതിരെ അന്വേഷണം വേണോ സജീഷ്? അന്വേഷണം വേണോ സജീഷ്? സജീഷ്, അന്വേഷണം വേണോ എന്ന വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കൾക്ക് അന്വേഷണം വേണമെങ്കിൽ വേണം എന്ന് 2 വാക്ക് പറയാം. താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ് സജീഷേ? താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ്? മുഖ്യമന്ത്രിയുടെ പേടി എന്താണ്? പറയൂ. എനിക്ക് പേടിയൊന്നുമില്ല ആഷ്മി, മര്യാദ പ്രയോഗിക്കുക. എന്താണെന്ന് പറ, ദയവേത് പറ. അന്വേഷണം വേണം എന്നൊന്ന് പറ, പേടിയില്ലെങ്കിൽ. ദയവേത് അങ്ങൊന്ന് പറ. അന്വേഷണം വേണമെന്ന് പറ. അന്വേഷണം വേണമെന്ന് പറ. അന്വേഷണം വേണമെന്ന് പറയാമോ? ദേവീത് അന്വേഷണം വേണമെന്ന് പറയാമോ? ദേവീത് അന്വേഷണം വേണമെന്ന് പറയാമോ? ദേവീത് ഇവരെ കൽത്തുറിഞ്ഞിൽ അടക്കണമെന്ന് പറയാമോ? ഞങ്ങൾക്ക് ആ പേടിയില്ല. പക്ഷെ പറയില്ല അങ്ങ്. പക്ഷെ അങ്ങ് പറയില്ല അന്വേഷണം വേണമെന്ന്, അല്ലേ? പറയാം ഹാഷ്മി. താങ്കൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു അർത്ഥതലം ഉണ്ട്. ആ അർത്ഥതലത്തിലൂടെ മാത്രമേ താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റൂ.
അത് താങ്കൾ അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? താങ്കൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, അതാണ് പ്രശ്നം. അത് ശരിയല്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ഈ പറഞ്ഞ നെറുകേട് കാട്ടിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ചോദിച്ചാൽ സജീഷ് എന്തെല്ലോ പറയുകയാണ്. സജീഷ് എന്തോ അർത്ഥതലത്തെ കുറിച്ച് പറയുകയാണ്. സാറേ കേസെടുക്കണോ വേണ്ടേ? ഒറ്റ വാക്കി പറയാം, അത് കഴിഞ്ഞ് ബാക്കി അങ്ങ് എത്ര പറഞ്ഞു. എന്തല്ലോ അല്ല ഹാഷ്മി പറയാം. അതായത് ഇനി ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇവിടെ ഈ ഹിന്ദു പത്രം ഉൾപ്പെടെയുള്ള മാധ്യമം തങ്ങൾ ഇത് തെറ്റായി പ്രസിദ്ധീകരിച്ചിരുന്നു, മാധ്യമധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്, അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ലക്ഷ്യം ഹിന്ദു പോലെയുള്ള ഒരു മാധ്യമവുമായി ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണെങ്കിൽ അതവിടെ വെച്ചേക്ക്, അതവിടെ വെച്ചാൽ മതി. ബാക്കി ഞാൻ പറയാം, എന്നിട്ട് താങ്കൾക്ക് ബാക്കിയുള്ള മറുപടി കൂടി പറയാം. അതായത് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള സിനിമ വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാലക്കാട് ഒരു ആന ചെരിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് മലപ്പുറത്താണ് എന്ന് വരുത്തി തീർത്ത് ഇവിടെ RSS നടത്തിയ പരിശ്രമങ്ങൾ നമുക്കറിയാം. നിരവധി കാര്യങ്ങൾ ഈ തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും അതിനനുസരിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഈ BJP എന്ന് നമുക്ക് അറിയാമല്ലോ. ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിന്റെ മാധ്യമപ്രവർത്തകർ എന്തെല്ലാമാണ് പറഞ്ഞത് എന്ന് നമ്മൾ കേട്ടതാണല്ലോ. ആ പത്രപ്രവർത്തനം അവസാനിക്കുമ്പോൾ അത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ടക്കനുസരിച്ച് അവർ പലതും പ്രചരിപ്പിക്കും. എന്നാൽ ഇതിലും വലിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, ഇത്ര ചർച്ച ചെയ്തിട്ടില്ലല്ലോ. RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് സജീഷ് എന്തൊക്കെയോ പറയുകയാണ്. സജീഷ്, നമ്മൾ പല ചർച്ചകൾ പറഞ്ഞ ഇടവേളയിലേക്ക് പോകണം. നമ്മൾ 7:50 വരെ ഒരേ ചോദിക്കുന്നു കേസെടുക്കോ ഇല്ലയോ എന്ന്. ആ കേസെടുക്കലെന്ന് പറയാൻ അങ്ങേ കഴിയില്ല സാർ. കാരണം എന്താണ്, അങ്ങയുടെ നേതാവ് പിണറായി വിജയൻ കഴിയുന്നില്ല. പിന്നെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഇനി പറഞ്ഞില്ല പറഞ്ഞേക്കല്ലേ. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങേ നിർബന്ധിക്കുന്നത് എനിക്ക് കുറ്റബോധമുണ്ട്. കാരണം എന്താ അറിയോ, അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയൻ പറയാൻ ഉത്തരവില്ല, പിന്നെയാണോ അങ്ങേക്ക് ഉത്തരം? ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിൽ ദീർഘകാല മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. കേരള ഹൗസിൽ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. എനിക്ക് അവിടുത്തെ രീതികൾ വ്യക്തിപരമായി അറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, രാജ്യത്തെ ഏത് മുഖ്യമന്ത്രി വന്നാലും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് നേരത്തെ സജീഷ് പറയുന്നത് പോലെ ഇതുപോലെ തലയെടുക്കും എന്ന ഭീഷണിയൊക്കെയുള്ള മുഖ്യമന്ത്രിയാകുമ്പോൾ അവിടെ സുരക്ഷ ഇരട്ടിയാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അവിടെ ഡൽഹി പോലീസിൻ്റെ സുരക്ഷയുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അവിടെ കേരള ഹൗസിൻ്റെ സെക്യൂരിറ്റിയും ഉണ്ട്. അവിടെ മുഖ്യമന്ത്രി അവിടെ വന്നാൽ ഈച്ച കയറണമെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി വിചാരിക്കണം. ഈച്ച അങ്ങനെ അത്രയും ത്രിതല സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് അവരുടെ അഭിമുഖം നടത്തുകയാണ്. ആരുടെ കൂടെ? ഈ സുബ്രഹ്മണ്യൻ കൂടെ ഇരിപ്പുണ്ട്. ഈ വിനീത് ഹാണ്ട എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോഡിക്കൊപ്പമൊക്കെ നിൽക്കുന്ന, മോഡിയുമായും ഷായുമായൊക്കെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അടുത്ത സൗഹൃദം പുറത്തുനിന്ന് പറയപ്പെടുന്ന വിനീത് ഹാണ്ട വെറുതെ വാതിൽ തുറന്നങ്ങ് വന്ന് അവിടെ ഇരിക്കുന്നു. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരാ ഏതെന്ന് ആർക്കും അറിയില്ല. നമ്മളങ്ങ് വിശ്വസിക്കണം. രാഹുൽ, ശ്രീ ഹാഷ്മി, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ SK സജീഷും അതിനു മുൻപ് ശ്രീ പിണറായി വിജയനും അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം ഒന്ന് നോക്കാം. ആ വിശദീകരണത്തിൽ എന്താ പറയുന്നത്? PR ഏജൻസി കൈസൺ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അവർ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂഡ് ദ CM at Kerala House at 9 AM on September 29, where 2 representatives of the PR agency were also present along with the CM. അതായത് ദ ഹിന്ദു ഇവർ അംഗീകരിക്കുന്ന ശ്രീ SK സജീഷ് അംഗീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് എന്ന് പറയുകയും ചെയ്ത ദ ഹിന്ദു തന്നെ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നു, ഹിന്ദു മുഖ്യമന്ത്രിയെ അപ്രോച്ച് ചെയ്തതല്ല ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിച്ച്, മറിച്ച് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ദ ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ 2 PR ഏജന്റുമാരുണ്ടായിരുന്നു എന്നുമാണ് ദ ഹിന്ദു ഇവരെല്ലാവരും അംഗീകരിച്ച വിശദീകരണത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഒന്ന്, ദ ഹിന്ദു മുഖ്യമന്ത്രിയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് ഒരു അഭിമുഖത്തിന് വേണ്ടി എന്ന കള്ളം പൊളിയുന്നു. 2, ദ ഹിന്ദു അതിൻ്റെ ലേഖിക അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ആ ഖൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ പ്രതിനിധി ഇടയ്ക്ക് കയറി വന്നതാണ് എന്ന ആ മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റായി പോവുകയാണ്. മാത്രമല്ല, ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ ഹിന്ദു ലേഖിക അവിടെ എത്തും മുൻപ് തന്നെ വിനീത് ഹണ്ടയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും അവിടെ ഉണ്ടായിരുന്നു എന്ന്. ആ ഇൻ്റർവ്യൂവിനെ പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എത്ര നിഷ്കളങ്കമായിട്ടാണ് ശ്രീ ഹാഷ്മി എന്ന് പറഞ്ഞത്. നമ്മുടെ ആ തെക്കേലെ ദേവകുമാറിൻ്റെ മോനുണ്ടല്ലോ, ആ ദേവകുമാറിൻ്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു,
ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരെ, അവർക്കും കച്ചവടമൊക്കെ അടക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നമ്മുടെ ദേവകുമാറിൻ്റെ മോൻ പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതാണ്. ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ വളരെ നിർദോഷമായി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആ ലേഖിക എന്നോട് പറഞ്ഞു, ഞാൻ വളരെ പ്രയാസമുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അങ്ങ് പക്ഷേ ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞു. അപ്പോൾ അവരും എന്നെ അംഗീകരിച്ചു, ഞാനും എന്നെ അഭിനന്ദിച്ചു, ഞാൻ തന്നെ ഒരു ട്രോഫിയൊക്കെ തന്നു. അങ്ങനെ സന്തോഷമായിരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ദേവകുമാറിൻ്റെ മോൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി എൻ്റെ ശ്രീ ഹാഷ്മി, ഇത്രയും നിഷ്കളങ്കനായ ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കതയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിനകത്ത് എൻ്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് 3 റൗണ്ട് സല്യൂട്ട് കഴിച്ചു ശ്രീ ഹാഷ്മി. ഇത് പറയുമ്പം കേരളീയ പൊതുസമൂഹത്തോടാണ് പറയുന്നതെന്നുള്ളൊരു ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണ്ടേ? അങ്ങേക്കറിയാമല്ലോ, ഒരു മാധ്യമ സമ്മേളനം, ഒരു മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടി വന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റായി ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ അനുവാദമില്ലാതെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സജീഷ് പറയുന്ന പോലെ കോടാനുകോടി രൂപ RSSകാർ വിലയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. RSSകാർ വിലയിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി ബ്രീച്ചിൻ്റെ പേരിൽ കേരള ഹൗസിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അധികമായി നിയോഗിച്ചിരിക്കുന്ന കമാൻഡോസിനെ ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണം. കാരണം കടുത്ത സെക്യൂരിറ്റി ബ്രീച്ച് അല്ലേ. ഇപ്പോൾ ഒരു മാധ്യമ സമ്മേളന ഹാളിലേക്ക് ആരെങ്കിലും കയറി വന്നു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അത് നടക്കില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി ID കാർഡ് കാണിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി മാത്രമേ മാധ്യമ സമ്മേളന മുറിക്കകത്ത് പോലും ഒരാൾക്ക് കയറാൻ കഴിയുള്ളൂ. ശ്രീ ഹാഷ്മിയുടെ ചാനലിൽ നിന്ന് നേരത്തെ അറിയിക്കാതെ ശ്രീ ഹാഷ്മിക്ക് ഒരു ഇൻ്റർവ്യൂവിന് കയറി ഇരുന്ന് കാണിക്കാമോ? കഴിയില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി പ്രൈവറ്റായി ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു റൂമിനകത്തേക്ക് ആരോ ഏതോ മേൽവിലാസമില്ലാത്തൊരുത്തൻ കയറി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും കേരളീയ പൊതുസമൂഹത്തിന് കള്ളം പറയുന്നതിൻ്റെ പേരിൽ അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അങ്ങേ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ നന്ദകുമാറിൻ്റെ മോനെന്നൊക്കെ അങ്ങ് ലഘുവായി പറയുമ്പോൾ ആരാ ഈ നന്ദകുമാറിൻ്റെ മകൻ? അദ്ദേഹം റിലയൻസ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ശ്രീ സജീഷ് പറഞ്ഞല്ലോ, PR ഏജൻസിയെ പറ്റിയൊക്കെ ശ്രീ സജീഷ് പറഞ്ഞല്ലോ. ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത ഹ ഹ ഹ ഹി 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 പത്രസമ്മേളനമാണ്. എന്തെങ്കിലും കടുത്ത ചോദ്യം ചോദിച്ചാൽ ഹ ഹ ഹ ഹി 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 ഇതാ മറുപടി. ഇതുപോലെ ഏതൊരു PR ഏജൻസി എഴുതി കൊടുത്ത് ചിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം ഇട്ടിട്ട് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും. മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ചിരിക്കാൻ പറയുമ്പോൾ നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും. അതുപോലെ ഒരു PR ഏജൻസിയുടെ സംഭാവനയല്ലേ ശ്രീ സജീഷേ? ഇനിയും കോവിഡിൻ്റെ സമയത്ത് ടൈഡൽ 7 എന്ന് പറയുന്ന മുംബൈ ആസ്ഥാനമായി മുൻപ് നരേന്ദ്രമോദിക്കൊക്കെ PR ഏജൻസിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏജൻസി, ആ ഏജൻസി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി KK ശൈലജ നടത്തിക്കൊണ്ടിരുന്ന പത്രസമ്മേളനം ടേക്ക് ഓവർ ചെയ്ത് ആ പത്രസമ്മേളനത്തിൽ ചിരിക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, കരുതൽ പറയുന്നത് വരെ ടൈഡൽ 7 എന്ന മുംബൈ ആസ്ഥാനമായ PR ഏജൻസി എഴുതി കൊടുത്തത് ചെയ്ത അഭിനേതാവാണ് ശ്രീ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ ആളുടെ പാർട്ടിയുടെ പ്രതിനിധിയൊക്കെ PR ഏജൻസിയൊക്കെ കനകോലു എന്ത് പറഞ്ഞാലും ഈ ഇടതുപക്ഷക്കാർക്ക് ഇപ്പം കനകോലു എന്നേ പറയാനുള്ളൂ. ആ കനകോലു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് കൈസൻ. ആ കൈസൻ പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിമുഖം തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ദേവകുമാറിൻ്റെ മോൻ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ലഘുവായി ചെയ്യാൻ ദേവകുമാറിൻ്റെ മകൻ വന്നിട്ട് പറഞ്ഞത്, അയ്യോ ഹിന്ദു പത്രത്തിൻ്റെ സർക്കുലേഷൻ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് CMA, അതുകൊണ്ട് ആ സർക്കുലേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസം ഒരു പത്രം കൂടെ വരുത്തിയാലോ എന്നല്ലല്ലോ ചോദിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അഭിമുഖമല്ലേ ഇത്? ഇത്ര ലാഘവത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി പോട്ടെ, എഴുതി തയ്യാറാക്കിയ അഭിമുഖമല്ലേ, വിഷ്വൽ അല്ലല്ലോ, എഴുതി തയ്യാറാക്കിയ ഒരു അഭിമുഖം. ശ്രീ ഹാഷ്മി, ഞാൻ പറയാം, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോളം വലിയ പദവിയിലിരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ സംസ്ഥാന പ്രസിഡന്റ്. എനിക്ക് പോലും ഞാനൊരു അഭിമുഖം കൊടുത്താൽ പോലും ആ അഭിമുഖം എഴുതി തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് അയച്ചു തരികയും എൻ്റെ ഓഫീസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ അഭിമുഖം പോലും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത്ര പോലും സംവിധാനം എൻ്റെയും ശ്രീ ഹാഷ്മിയുടെയും ഒക്കെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു CID ഉദ്യോഗസ്ഥൻ അവിടെ പ്രസ് സെക്രട്ടറിയായിട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ. ആ CID ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന ആ വകുപ്പിനകത്ത് പിന്നെ എന്തിനാണ് ഈ മാധ്യമ ഉപദേഷ്ടാക്കന്മാരൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ ചാമ്പുകയാണോ എന്ന് മാത്രമാണ് നമുക്ക് ആ വിഷയത്തിനകത്ത് അറിയേണ്ടത്. തമാശയ്ക്കപ്പുറം മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട് രാഹുൽ. ഇതിൽ തമാശ ഞാൻ നേരത്തെ പറഞ്ഞ 13-ാം തീയതി രാഹുൽ, ഞാൻ നേരത്തെ പറഞ്ഞ 13-ാം തീയതി ഒരു ഇത് നമ്മൾ ആധികാരിക ഞാൻ അന്വേഷിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഫിനാൻഷ്യൽ എക്സ്പ്രസിലടക്കം ANI-യിലടക്കം ഈ പറയുന്ന ഏതോ ഒരു നിഗൂഢ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ ഈ മലപ്പുറത്ത് ഇത്തരം പിടിക്കപ്പെടുന്ന എന്താണ് ഈ പണം നിരോധ സംഘടനകളിലേക്ക് ഒഴുകുന്നു എന്നടിക്കുന്ന മുഖ്യമന്ത്രിയെ വെള്ളപൂശുന്ന ഒരു വാർത്താക്കുറിപ്പ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലേക്കും പോകുന്നു. അതിനുശേഷം സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ ഇന്റർവ്യൂവിന് ശേഷം സമാനമായ രീതിയിൽ ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് കേരളത്തിൽ എന്ന മട്ടിൽ ഒരു സാധനം അങ്ങോട്ടേക്ക് പോകുന്നു. രാഹുൽ, ഇവിടെ നിങ്ങളുണ്ടാക്കിയ ഒരു പുകിലിന്, അത് വാർത്ത കൊടുത്തതിന്
എന്താണ് ഷൂ എറിഞ്ഞ് നവകേരള ബസ് മറിഞ്ഞ്, എന്താണ് ഷൂ എറിഞ്ഞാൽ നവകേരള ബസ് മറിയും, അങ്ങനെ മറിയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകും എന്ന തമാശ എഫ്ഐആർ ഇട്ട് കേസെടുത്തവരാണ്. അന്വേഷിക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ? അന്വേഷിക്കണ്ടേ? കേരളത്തിന് താല്പര്യമല്ലേ അത്? ഇനി മാത്രമല്ല ശ്രീ ഹാഷ്മി, ഏത് വിഷയത്തിലാണ് ഈ അഭിമുഖം? ഇന്ന് ഹിന്ദുവിനെ ഇരുന്ന് വെള്ളപൂശുന്നുണ്ടല്ലോ. അങ്ങനെ ഹിന്ദുവിനെ ഇരുന്ന് വെള്ളപൂശുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്താ? ഈ സംസ്ഥാനത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ട പ്രബുദ്ധമായ ജനതകളുള്ളൊരു ഒരു ജില്ല, ആ ജില്ലയെ ഒരു ചാപ്പ കുത്തുകയാണ്. എന്ത് ചാപ്പ? ഒന്ന് മതചാപ്പ, രണ്ട് തീവ്രവാദ ചാപ്പ. ഇവിടെ ശ്രീ എസ് കെ സജീഷ് തന്നെ പറഞ്ഞല്ലോ, പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്തുള്ള ആളുകൾ ബോധപൂർവം കൊന്നതാണ് എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ അതേ ചാപ്പ മലപ്പുറം ജില്ലയ്ക്ക് മുകളിൽ അടിക്കുകയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു കേസ് കൊടുക്കാനില്ലാത്തത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ആക്ഷേപം വരികയാണ്. എന്താ പറയുന്നത്? കേരളത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഏതാണ് ആ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടന? ആ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടന നടത്തിയ തീവ്രവാദ പ്രവർത്തനം എന്താണ്? അതിന്റെ പേരിൽ 8 വർഷമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? എന്താണ് ആ ഇൻസിഡന്റ്? എന്താണ് അതിന്റെ FIR? പറയണ്ടേ? ഇനി അതുണ്ടായിട്ടില്ല. അപ്പോൾ പറയുകയാണ് എന്താണ് ഇൻസിഡന്റ്? അവിടെ മലപ്പുറം ജില്ല കേന്ദ്രമാക്കി 123 കോടി രൂപ വില മതിക്കുന്ന 150 കിലോഗ്രാം സ്വർണ്ണക്കടത്ത് നടത്തി. അതാണ് ആക്ഷേപമെങ്കിൽ ആ സ്വർണ്ണക്കടത്തിനെ പറ്റി സമഗ്രമായ അന്വേഷണം ഉണ്ടാകണ്ടേ? അപ്പോൾ ഒരു സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഒരു ജില്ലയെ അധിക്ഷേപിക്കാനാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് ഏതാ? 100 ദിവസത്തിലധികം ഒരു IAS ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് ഏതാ? ആ സ്വർണ്ണക്കടത്തിൽ ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ, അയാളുടെ ജില്ല മലപ്പുറം. ഇനി പോട്ടെ, മുഖ്യമന്ത്രിയുടെ സുഹൃത്തായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ മലപ്പുറം ജില്ലക്കാരിയ. അപ്പോൾ ഒരു ജില്ലയെ ചാപ്പ് കുത്തി അധിക്ഷേപിക്കുമ്പോൾ ആ അധിക്ഷേപിച്ച മാധ്യമത്തെ, ബാക്കിയല്ല ഇന്നിപ്പോൾ 24 അടക്കമുള്ള നിങ്ങളെല്ലാ മലയാള മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി അടച്ചാക്ഷേപിച്ചു. നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, എൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഹിന്ദു അങ്ങനെയല്ല, നല്ല ഒന്നാന്തര മാധ്യമ. എന്ത്? ഈ കേരളത്തിലെ മലപ്പുറം പോലെ പ്രബുദ്ധമായ ഒരു ജില്ലയെ അതിക്രമിക്കുവാൻ, വർഗീയമായി അതിക്രമിക്കുവാൻ, തീവ്രവാദ ചാപ്പ കുത്തുവാൻ വേണ്ടി ശ്രമിച്ച ഹിന്ദു നല്ല പിള്ള, ആ ഹിന്ദുവിനെതിരായിട്ട് കേസില്ല. ചോദിക്കട്ടെ, ഇപ്പൊ ഹിന്ദുവിനെതിരായിട്ട് മുഖ്യമന്ത്രി കേസ് കൊടുക്കാത്തത് എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, കാരണം കൈസൻ എന്ന് പറയുന്ന PR ഏജൻസി അങ്ങോട്ട് സമീപിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തതെന്നുള്ള ആധികാരികമായ തെളിവുകൾ ഹിന്ദുവിൻ്റെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. ഇവിടെ ശ്രീ ഹാഷ്മി, ഇനി ആ അഭിമുഖത്തിൽ മാത്രമാണോ ശ്രീ പിണറായി വിജയന്റെ RSS ബാന്ധവരിക്കുന്നത്? ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ താങ്കൾ നേരത്തെ വായിച്ച വാർത്തയുണ്ടല്ലോ, ADGP അജിത് കുമാർ ഇപ്പോഴും ഇന്ന് രാവിലെ മാധ്യമ സമ്മേളനത്തിൽ 2 കാര്യങ്ങളല്ലേ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയത്? ഒന്ന്, ഹിന്ദുവിനെതിരായിട്ട് കേസില്ല. 2, ADGP അജിത് കുമാറിനെതിരായിട്ട് നടപടിയില്ല. ഇനിയിപ്പോൾ CP അന്ത്യശാസ്ത്രം കഴിഞ്ഞിട്ട് വീണ്ടും അന്ത്യശാസ്ത്രം കൊടുക്കാൻ പോയേക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ ഹാഷ്മി, എനിക്കൊന്ന് പൂർത്തീകരിക്കാൻ സമയം തരണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ഉണ്ട്. ഏതൊരു ശ്രീകൃഷ്ണനൊക്കെയുള്ള ഒരു സീരിയലിന്റെ ഡയലോഗാണ്. അതിനകത്ത് ശ്രീകൃഷ്ണൻ്റെ ആദ്യം നമ്മളൊരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിനകത്ത് ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഡയലോഗുണ്ട് രാധയോട്. ശ്രീകൃഷ്ണൻ പറയുകയാണ്, വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് രാധേ. അപ്പോൾ തിരിച്ച് രാധ പറയുകയാണ്, അതിനുള്ള ധനം തന്നത് ഞാനാണ് കൃഷ്ണ എന്ന് പറയുന്നത് പോലെയാണ് ഈ പിണറായി വിജയൻ അജിത് കുമാർ തമ്മിലുള്ള സംഭാഷണം. അജിത് കുമാർ പിണറായി വിജയനോട് പറയും, തില്ലങ്കരി തൊട്ട് ഹൊസബല്ലെ വരെയുള്ള RSS നേതാക്കന്മാരെ കണ്ടത് ഞാനാണ് വിജയ. അപ്പോൾ തിരിച്ച് പിണറായി വിജയൻ പറയുന്നു, അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാനാണ് അജിത്തെ. അപ്പോൾ വീണ്ടും അജിത് കുമാറിന്റെ ഡയലോഗ്, അജിത് കുമാർ എന്താ പറയുന്നത്? ഞാൻ RSS ഒരുപാട് സഹായിച്ചിരുന്നു വിജയ. അപ്പോൾ തിരിച്ച് വിജയന്റെ മാസ് മറുപടി, ഞാൻ RSSനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അജിത്തെ എന്ന് പറയുന്ന രീതിയിൽ കോമാളിവൽക്കരിക്കപ്പെടുകയാണ് ഇവിടെ RSS. താങ്കൾ പറഞ്ഞ അറിയിലിന്റെ ഏറ്റവും ഡയലോഗ് ഒരുപാട് ഇഷ്ടപ്പെട്ട കൃഷ്ണ എന്നുള്ളത്. ഓക്കെ, രാഹുൽ RSSനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എസ് കെ സജീഷ്, ബാക്കിയൊക്കെ പോട്ടെ. ഇത് അവിടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് മുഖ്യമന്ത്രി കരുതി ഇത് ഹിന്ദുവിന്റെ വാർത്ത, ഹിന്ദുവിന്റെ റിപ്പോർട്ടർക്കൊപ്പം വന്ന ആളാണെന്ന് മുഖ്യമന്ത്രി കരുതി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കരുതലല്ല. അവിടെ പ്രധാനം കേരള ഹൗസിന്റെ സെക്യൂരിറ്റി, മുഖ്യമന്ത്രിയുടെ പുകൾപ്പറ്റ സെക്യൂരിറ്റി, അവിടുത്തെ ഡൽഹി പോലീസ്, ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ചോക്കെ അതിനകത്ത് കടന്നു എന്ന് വിചാരിക്കുക. മുഖ്യമന്ത്രിക്ക് ഇപ്പം ബോധ്യമുണ്ടല്ലോ അത് ഈ പറഞ്ഞ റിപ്പോർട്ടർ കൂടെ വന്ന ആളല്ല എന്ന് ബോധ്യമുണ്ടല്ലോ. ഏതോ ഒരാൾ എന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നും പറയുന്നത്. വിനീത് ഹാണ്ട എന്ന പേര് മുഖ്യമന്ത്രി ഇന്നും പറയുന്നില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവിടെ ഉണ്ടായ സെക്യൂരിറ്റി ബ്രീച്ചിനെ കുറിച്ച് ഒരു അന്വേഷണം വേണ്ടേ? ഇപ്പൊ സജീഷ് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ തലയെടുക്കാൻ ആൾ നടക്കുമ്പോൾ ഉണ്ടായത് നാടിന്റെ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നൊരു അന്വേഷണം ഉണ്ടാവണ്ടേ? ശ്രീ എസ് കെ സജീഷ്. ആഷ്മി, ഒരു കാര്യം, ഒന്നുകിൽ ആഷ്മിയുടെ ചോദ്യത്തിന് ഞാനിപ്പോൾ ഉത്തരം പറയണം, അല്ലെങ്കിൽ രാഹുൽ നേരത്തെ ഇവിടെ വിശദീകരിച്ച ചില കാര്യങ്ങൾക്ക് എനിക്ക് ആദ്യം മറുപടി പറയണം. ഏതാണ് ആദ്യം ഒന്ന് ആഷ്മി തീരുമാനിച്ചാൽ മതി. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിനുശേഷം താങ്കളുടെ ഈ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. അതിന് കൃത്യമായി ഞാൻ മറുപടി പറയുകയും ചെയ്യും. ഒന്ന്, ഇവിടെ രാഹുലും അതുപോലെ തന്നെ നിങ്ങളുമെല്ലാം മുഖ്യമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ചും
എല്ലാം വളരെ ജാഗ്രതയോടുകൂടി വർത്തമാനം പറയുകയാണ്. എങ്ങനെയാണ് ഒരാൾ വന്നത് എന്നെല്ലാമാണ് ചോദ്യം. സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിന് ആൾ വരുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളും ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ ആ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ഭ്രാന്തൻ ഇരുന്നിരുന്നു. അത് രാഹുലിനോട് മറന്നു പോകുന്നതാണ്. അത്തരത്തിലുള്ള കാലമൊന്നും ഇപ്പോൾ കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ രാഹുൽ ഇവിടെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും CPM ഒക്കെ RSSുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. അത് ഞങ്ങൾക്ക് ചേരില്ല രാഹുലെ. നിങ്ങൾ ഈ സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്തായിരുന്നു? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചോ? നിങ്ങളുടെ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനാണല്ലോ ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഒന്ന് വിശദീകരിക്കട്ടെ. RSS പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുസ്ലിങ്ങളെ വേട്ടയാടാൻ ആഹ്വാനം ചെയ്യുന്ന വിചാരധാര എഴുതിയ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ നമിച്ചു നിന്ന് വിളക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഒന്ന് മറുപടി പറയട്ടെ. കോൺഗ്രസിൻ്റെ വോട്ട് 86,000 പോയതിന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന അഭ്യാസങ്ങളുണ്ടല്ലോ, ആ അഭ്യാസം, തൃശ്ശൂരിൽ നടത്തുന്ന അഭ്യാസം എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ രാഹുൽ ഒരു കാര്യം കൂടി മറുപടി പറയട്ടെ. ADGP അജിത് കുമാറിൻ്റെ കാര്യമൊക്കെ ഇവിടെ വിശദീകരിച്ചല്ലോ. എന്തൊരു സൗകര്യമാണ് രാഹുലിനെന്ന് അറിയുമോ? കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഒരു ഉദാഹരണമോ മറ്റോ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അപ്പോൾ ഹാഷ്മി അത് ഇല്ലാതാക്കാൻ വേണ്ടി ചാടി വീഴും. ഹാഷ്മിക്ക് രാഹുൽ പറയുന്നത് നല്ലവണ്ണം രസിക്കുകയും ചെയ്യും. ആ കിഞ്ചന വർത്തമാനത്തിനൊന്നും ഞാനെതിരല്ല കേട്ടോ. അത് നിങ്ങൾക്ക് തമ്മിലുള്ള അന്തർധാരയിൽ വെച്ച് നിങ്ങൾ നടത്തിക്കോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ADGP അജിത് കുമാർ RSSനെ കണ്ടത് ഇപ്പോൾ അൻവർ പുറത്ത് പറയുമ്പോൾ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടി എന്നല്ലല്ലോ രാഹുലെ. ഇവിടെ VD സതീശൻ്റെ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കോടികളുടെ തട്ടിപ്പ് അത് ED അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണല്ലോ ഈ അൻവർ പറഞ്ഞത്. അതെന്തേ ആരും കേൾക്കാത്തത്? അത് കേൾക്കണ്ടേ രാഹുല്? അതിനെക്കുറിച്ചൊരു മറുപടി പറയണ്ടേ? അതിന് മറുപടി ഇല്ലല്ലോ. ഇതെല്ലാം ഇത്തരത്തിലാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കാണുന്നുമുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മറുപടിയില്ല, അതിനെക്കുറിച്ചൊന്നും പരാമർശം വേണ്ട. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ VD സതീശൻ്റെ തന്നെ സ്വത്ത് കർണാടകത്തിലാണ് സംഭരിച്ചു വച്ചിരിക്കുന്നത്. അത് മീൻവണ്ടിയിലാണ് കൊണ്ടുവന്നത്, ആംബുലൻസിലാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഈ അൻവർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ചൊക്കെ എന്താണ് രാഹുലിന് പ്രതികരണമില്ലാത്തത്? അതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കേൾക്കാത്തത് എന്താണ്? അപ്പോൾ നിങ്ങളുടെ അജണ്ട വേറെയാണ്. ആ അജണ്ട വെച്ച് നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇവിടെ ഒരു ജില്ലയും അവമതിക്കുക എന്നത് മുഖ്യമന്ത്രിയോ ഇടതുപക്ഷത്തിൻ്റെയോ ലക്ഷ്യമല്ല. അത് മലപ്പുറം ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം. മലപ്പുറം ജില്ല രൂപീകരണം ഉണ്ടാകുന്നത് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്, CPM ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ എന്താണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന് ഓർമ്മയുണ്ടോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനായി പദയാത്ര നടത്തിയവരാണ് നിങ്ങൾ എന്നതും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മലപ്പുറം ജില്ലയെ ഇന്ന് മാത്രമല്ല ആ ഭൂപ്രദേശത്തെ അവമതിക്കാൻ വേണ്ടി ഭിന്നിച്ചിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യമുള്ള ബ്രിട്ടീഷുകാർ അവിടെ നടന്ന ഉജ്ജ്വലമായ കാർഷിക സമരത്തെ, സ്വാതന്ത്ര്യ സമരത്തെ മാപ്പിള ലഹള എന്ന് വിളിച്ചു. ആരാ എതിർത്തത്? അതിനെ എതിർത്ത് 1946 ആഹ്വാനവും താക്കീതും എന്ന ലേഖനം EMS എഴുതിയപ്പോൾ ദേശാമാനി പത്രം അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ ഭാഗമായി കണ്ടുകെട്ടി EMSൻ്റെ തലയ്ക്ക് വിലയിട്ടു. ഇതെല്ലാം ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ തന്നെയാണ് മതനിരപേക്ഷമായ മലപ്പുറം ജില്ല വളർന്നു വന്നത്. നിങ്ങളുടെ കുത്തിത്തിരിപ്പിൻ്റെ മുകളിലൊന്നും അവസാനിച്ചു പോകുന്നതല്ല എന്നത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇവിടെ നിങ്ങൾക്ക് PR വർക്ക് പലതും ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന പല രീതികളും ഉണ്ടാകും. ആ രീതി വെച്ച് ഇങ്ങോട്ട് കാണരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് മാധ്യമങ്ങളെ കാണാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒരു PR-ൻ്റെ സഹായം വേണം എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങളുടെ VD സതീശൻ ഒരുപക്ഷെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നേതാക്കന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എന്തോ മണി ചെയിനുമായി നടക്കുകയായിരുന്നു, പിന്നെ എളുപ്പത്തിൽ എങ്ങനെയോ നേതാവായി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ PR വർക്ക് വേണ്ടി വരും. ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള തൻ്റെ ചെറിയ പ്രായം മുതൽ RSSുമായി ഏറ്റുമുട്ടുകയും അതിൻ്റെ
വിവിധ ഘട്ടങ്ങളിൽ മുന്നോട്ട് വരികയും എല്ലാ രംഗത്തും രാഷ്ട്രീയ പരിചയത്തിലൂടെ ദീർഘകാലം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി നിൽക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിലപാട് സ്വീകരിക്കുകയും ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കിഞ്ചന വർത്തമാനം നടത്തിക്കോളൂ, അതിന് ഞങ്ങളാരും എതിരല്ല, അതൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർക്കേ ചേരൂ എന്നുള്ളത് മാത്രമാണ് അതിലെനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ ഇവിടെ ഏത് കാര്യത്തിലായാലും കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കും, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. നിങ്ങൾ ഇവിടെ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില അജണ്ടകളുണ്ട്, ആ അജണ്ട നടപ്പിലാക്കാനാണ് കിഞ്ചനവർത്താനങ്ങളില്ലാതെ അന്തർധാരകളില്ലാതെ വളരെ ശക്തമായ SK സജീഷ് പറയൂ. വളരെ ശക്തമായ SK സജീഷ് പറയൂ. വളരെ ഞാൻ ഇടപെട്ടില്ലോ. താങ്കൾ പറഞ്ഞ മൊത്തം ഈ ഭൂമിക്ക് താഴെയുള്ള സകല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാവുന്നതാണ്. താങ്കൾ പറഞ്ഞു രാഹുൽ ഇടപെടുന്നതാണ്. എന്റെ ചോദ്യം നേർക്കുനേറാണ് SK സജീഷ്. എന്റെ ചോദ്യം നേർക്കുനേറാണ്. ശരി, എന്നാ ഭൂമിക്ക് മുകളിലും. ഓക്കെ SK സജീഷ്, എന്റെ ചോദ്യം വളരെ വളരെ ലളിതമാണ്, നേർക്കുനേറാണ്, വളരെ പെട്ടെന്ന് അങ്ങേക്ക് ഉത്തരം പറയാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ, ഈ നാട് ഭീകരവാദികളുടെ കൊടും കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാൻ ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രിയെ പോയി കണ്ട ഈ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ നാട് മുഴുവൻ അത്തരത്തിലൊരു രാജ്യം മുഴുവൻ അത്തരത്തിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നടത്തിയ നീക്കങ്ങളിൽ അന്വേഷണം വേണോ, കേസെടുക്കണോ സജീഷ്? രണ്ടാമത്തെ കാര്യം, അവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു സ്വാഭാവികമല്ല. ഹിന്ദുവിലെ ഒരു മാധ്യമപ്രവർത്തക പോയി കഴിഞ്ഞാൽ ഹിന്ദുവിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ അകത്തേക്ക് എൻട്രി ഉള്ളൂ. അവരുടെ പേരും നാളും അടക്കം ചോദിച്ചിട്ട് അകത്തേക്ക് കടത്തിവിടൂ. കൂടെ ആര് വന്നാലും അവരുടെ പേരും നാളും ചോദിച്ച് അകത്തേക്ക് കടത്തിവിടൂ. അവിടെ എന്താണ്, അവിടെ സ്ഥിര മുഖപരിചയമുള്ള ആൾക്കാരാണെങ്കിൽ കൂടി. ഇവിടെ വിനീത് ഹാണ്ഡെ എന്ന് പറഞ്ഞ കേരള ഹൗസ് ആദ്യമായി കാണുന്ന ഒരാൾ, ഒരുപക്ഷെ ആദ്യമായി കാണുന്ന ഒരാൾ നേരെ വന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയി എന്ന് പച്ചവെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. ഉണ്ടായത് സെക്യൂരിറ്റി ബ്രീച്ചാണ്. അന്വേഷണം ഉണ്ടാകുമോ ഈ രണ്ട് കാര്യങ്ങളിൽ സജീഷ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലുള്ള പ്രശ്നം അതാണ്. ഞാൻ ഉദാഹരണങ്ങളോ മറ്റു കാര്യങ്ങളോ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നു. എന്നാൽ ഇവിടെ കൃഷ്ണൻ്റെയും രാധയുടെയും കഥ പറയുമ്പോൾ നിങ്ങൾക്കതിൽ ആവേശവുമാണ്. അങ്ങനെ ഒരു റിയാലിറ്റി ഷോ പോലെയാക്കി ചർച്ച മാറ്റുന്നതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും. അത് നിങ്ങൾ തമ്മിലുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് വസ്തുതകളിലേക്ക് വരണം. വസ്തുതകൾക്ക് ചിലപ്പോൾ മൂർച്ചയുണ്ടാകും, അത് മൂർച്ചയോടുകൂടി തന്നെ പറയേണ്ടിയും വരും. ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം, അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി അവമതിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, അത് ഹിന്ദു പത്രവും തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി നിങ്ങൾ ചേർത്ത് വെക്കുന്നത് PR എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു അഭിമുഖത്തിന് ആൾ വരുമ്പോൾ ആ അഭിമുഖത്തിൻ്റെ ടീം എന്നുള്ള നിലയ്ക്ക് അവരുടെ കൂടെയുള്ള ആളുകൾക്കും അതേ ടീം എന്ന് പറഞ്ഞാൽ പ്രവേശനം കിട്ടും. കിട്ടില്ല സജീഷ്, കിട്ടില്ല. ഒരിക്കലെങ്കിലും കേരള ഹൗസിൽ സജീഷ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. കേരള ഹൗസിൽ വിളിച്ചു ചോദിക്കൂ, അങ്ങനെ കിട്ടുമോ എന്ന് വിളിച്ചു ചോദിക്കൂ. അങ്ങനെ കിട്ടില്ല. വളരെ ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന വളരെ സിമ്പിൾ ചോദ്യമാണ്, അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യം. അങ്ങേക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അത് അങ്ങയുടെ വ്യക്തിപരമായ കുറ്റമല്ല, അങ്ങയുടെ സംഘടനാപരമായ നിസ്സഹായത. ഇന്നലെ റഹീം എം പി ഇവിടെ വന്ന് ബബ്ബാടിച്ചു. ഇന്ന് മുഖ്യമന്ത്രി ചോദിക്കും, മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. പിന്നെ താങ്കളോട് ഞാൻ ആ ചോദ്യം ചോദിക്കാവോ സജീഷ്? എന്റെ കുറ്റമാണ്, താങ്കളോട് ഞാൻ ആ ചോദ്യം ചോദിക്കാവോ? പറയട്ടെ, ഇനിയെങ്കിലും ഞാൻ പറയട്ടെ. നിങ്ങളുടെ ലക്ഷ്യമാണ് പ്രശ്നം. നിങ്ങളുടെ ലക്ഷ്യം സതുദ്ദേശപരമായിട്ടല്ല. നിങ്ങൾക്ക് ഈ നാടിനോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ചോദ്യം. ഇടതുപക്ഷത്തെയും CPM-നെയും ഈ ഗവൺമെന്റിനെയും മികത്തുക എന്ന ലക്ഷ്യമാണ്. ഭാഗമായി പത്രം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം പിന്നെയും അങ്ങോട്ട് പോയി നിലനിർത്താനും ഇത് വെറുതെ ഉരുണ്ടുകളിയാ. അന്വേഷണം ഇല്ലെന്ന് പറ. അന്വേഷണം ഇല്ലെന്ന് പറ സാറേ. അന്വേഷണം ഉണ്ടെന്ന് പറയില്ലെങ്കിൽ പറയാൻ ധൈര്യം കാണിക്കും സജീഷേ. താങ്കളുടെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ? ഇതിനെയാണ് ഉത്തരം മുട്ടുമ്പോ എന്തെല്ലോ പറയുന്നേ. താങ്കൾക്ക് മറുപടി പറയാൻ പറ്റില്ല സജീഷ്. സംഭവിച്ചിട്ടില്ല. എന്റെ കുറ്റമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വഴിയെ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞാൽ നാടിനെ അവമതിപ്പുണ്ടാക്കിയ ഒരു PR ഏജൻസിക്കെതിരെ, അതിന്റെ PR ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ നടപടി എടുക്കുമെന്നോ എടുക്കില്ലെന്നോ പറയാതിരിക്കാനും മാത്രം അങ്ങ് അത്രയും ദുർബലനാണ്. അങ്ങയുടെ കുറ്റമല്ല, അങ്ങയുടെ സംഘടനാപരമായ നിസ്സഹായതയാണ്. കാര്യം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല, പിന്നാണോ സജീഷ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. SFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറിയോട് പോയി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സഹസഖാക്കളെ
രക്തസാക്ഷികളുള്ള ഒരു പാർട്ടിയിൽ RSSനെ ഇവിടുത്തെ ഒരു ക്രമസമാധാനത്തിന് രണ്ടാം നിലക്കാരൻ പോയി കണ്ട ശരിയാണെന്ന് ചോദിച്ചാൽ ആ സഖാവ് എടുത്ത വാക്കിൽ പറയും തെറ്റാണ് എന്ന് പറയും. ഇതാ ഇന്ന് CPMന്റെ PB അംഗത്തോട് ചോദിക്കുകയാണ്, അന്വേഷണം പോയി കണ്ടത് എന്തിനുമാകട്ടെ, എന്തിനും ആയിക്കോട്ടെ, ദത്താത്രേയ ഹോസാബലെയും റാം മാധവനെയും നമ്മുടെ കേരളത്തിൻ്റെ പോളിസി തീരുമാനിക്കാൻ കെൽപ്പുള്ള ഒരു പോലീസ് പോളിസി തീരുമാനിക്കാൻ കെൽപ്പുള്ള ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആൾ പോയി കണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ആർജവത്തോടെ നാക്കുമൂർച്ചയിൽ പറയാൻ മുഖ്യമന്ത്രി കഴിയുന്നുണ്ടോ? ഇല്ല. കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച് ചോദിക്കുന്നു, മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ SK സജീഷോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയാത്ത, ഇപ്പൊ ഒരു ചർച്ചയിൽ ചോദിക്കാം, പക്ഷെ മറുപടി പറയാത്തത് ശരി, മറുപടി പറയാൻ കഴിയാത്തതിന് കാരണം അത് സജീഷിന്റെ കുറ്റമല്ല, അത് സംഘടനാപരമായി ഒരൊറ്റ മിനിറ്റ് അത് സംഘടനാപരമായി ആ തീരുമാനം എന്തുത്തരം വേണമെന്ന കാര്യത്തിൽ CPMന് അറിയില്ല, അല്ലെങ്കിൽ CPM പറയില്ല. അതിന് കാരണം ഇന്നലെ A. റഹീം MP വന്നിരുന്നു. ഞാൻ ആവർത്തിച്ച് ഇതേ മട്ടിൽ ചോദിച്ചു. ലാസ്റ്റ് ഗതിയില്ലാതെ ശ്രീ A. റഹീം MP പരിശോധിച്ച് അന്വേഷിക്കാം എന്ന് വെറുതെ പാസീവായി പറഞ്ഞു പോയി. ഞാൻ ബ്രേക്ക് കൊടുത്തു, പരിശോധിച്ച് അന്വേഷിക്കണമെന്ന് A. റഹീം MP. ഉടൻ തന്നെ റഹീം പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കരുത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് അന്വേഷിക്കാൻ എന്തിനാണ് ഒരു സംവിധാനത്തിന് പേടി? രാഹുൽ, ഇതിനിടയ്ക്ക് അങ്ങേക്ക് വേദന അതുകൂടി കൂട്ടുന്നത് അതെന്താ ഹാഷ്മി പറഞ്ഞത്? പോയത് VD സതീശന് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? ചേർത്ത് പറയും പറയട്ടെ. ശരി, അതിനും കൂടെ മറുപടി പറയാം. അതിനും കൂടെ മറുപടി പറയാം. ചേർത്ത് മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് അങ്ങനെയാണ് വേദനിപ്പിക്കാനുള്ളത്. അങ്ങ് പറഞ്ഞു അങ്ങ് പഴയ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. അതെനിക്ക് അറിയുന്നതാണ്. അങ്ങ് പഴയ SFIയുടെ നേതാവായിരുന്നു, മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം അങ്ങേക്കുണ്ട്. വലിയ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതെനിക്ക് ബഹുമാനമാണ്. പക്ഷേ SFIക്കാർ മുൻപ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ശ്രീ ഹാഷ്മി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SFIയുടെ തന്നെ ആദ്യ രക്തസാക്ഷികളിൽ ഒരാളായ സഖാവ് സൈദാലി, പട്ടാമ്പിയിലെ സഖാവ് സൈദാലി, ആ സഖാവ് സൈദാലിയെ കൊന്ന കേസിനകത്തെ മുഖ്യപ്രതി ശങ്കർ നാരായണൻ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകനായിരുന്നു. ആ ശങ്കർ നാരായണൻ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകൻ പിന്നീട് പേര് മാറ്റി ബാബു M. പാലിശ്ശേരി എന്ന പേരാക്കി കുന്നംകുളത്ത് നിന്ന് CPMന്റെ നിയമസഭാ സാമാജികനായപ്പം ഏതെങ്കിലും SFIയുടെ യൂണിറ്റ് സെക്രട്ടറി തൊട്ട് സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ചോദ്യം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആർജവം SFIക്ക് ഏതെങ്കിലും കാലത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങേക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സന്തോഷം. അങ്ങ് പ്രവർത്തിച്ച പ്രസ്ഥാനം അത് വിട്ടു. ഇനിയും ശ്രീ സജീഷിൻ്റെ ഒന്ന് PV അൻവർ VD സതീശൻ്റെ മധ്യസ്ഥനായിട്ടാണ് അജിത് കുമാർ പോയത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ തിരുത്താം. ഇനി അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഞാൻ ഒരു ചോദ്യമായി എടുത്തിട്ട് മറുപടി പറയുകയാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നു, ശ്രീ സജീഷ് പറയുന്നു, എന്താണ് RSSൻ്റെ നേതാക്കന്മാരായ ദത്താത്രേയ ഹൊസബല്ലെ, അതുപോലെ തന്നെ റാം മാധവ് എന്നിവരെ ADGP അജിത് കുമാർ പോയി രഹസ്യമായി കണ്ടത് ശ്രീ VD സതീശൻ്റെ പുനർജനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അതിനകത്തെ ഈ ഏതെങ്കിലും ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത യുക്തിയില്ലായ്മ ശ്രീ സജീഷ് പറഞ്ഞ മറുപടിക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ദത്താത്രേയ ഹൊസബല്ലെ ADGP അജിത് കുമാർ കണ്ടത് പൊതുസമൂഹം ആദ്യം അറിയുന്നത് ശ്രീ VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലൂടെയാണ്. റാം മാധവനെ രഹസ്യമായി ADGP അജിത് കുമാർ പോയി കണ്ടത് പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ചു പറയുന്നത് ശ്രീ VD സതീശനാണ്. ഇനി അങ്ങയുടെ തന്നെ യുക്തിയിൽ ഇനിയും VD സതീശന് വേണ്ടിയിട്ട് മധ്യസ്ഥ പറയാനാണ് ADGP അജിത് കുമാർ പോയതെങ്കിൽ ഈ കേരളത്തിൽ മറ്റാരുടെ മുന്നിലും അതുവരെ ഇല്ലാതിരുന്നൊരു വിവരം VD സതീശൻ തന്നെ വിളിച്ചു പറയാൻ VD സതീശൻ്റെ പേര് SK സജീഷ് എന്നൊന്നും അല്ലല്ലോ ശ്രീ സജീഷെ. അത് വിട്ടു. ഇനി പോട്ടെ. ഇനി അങ്ങ് പറഞ്ഞ യുക്തിയിൽ, യുക്തിരാഹിത്യത്തിൻ്റെ യുക്തിയിൽ ഇനി VD സതീശന് മധ്യസ്ഥത പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ റാം മാധവനെ ദത്താത്രേയ ഹൊസബലെയും ഞാനൊന്ന് പറഞ്ഞു, ഞാൻ പൂർത്തീകരിച്ചിട്ട് ദത്താത്രേയ ഹൊസബല്ലെയും റാം മാധവനെയും ശ്രീ അജിത് കുമാർ പോയി കണ്ടത് ശ്രീ VD സതീശനും മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അന്വേഷണം വേണോ വേണ്ടേ? എന്റെ സമയമല്ലേ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അന്വേഷണം വേണോ സജീഷ്? RSSകാരനെ പോയി കണ്ട തെറ്റാണോ സജീഷ് എന്ന് പറയണ്ടേ ഹാഷ്മി? പറയില്ല ഹാഷ്മി. രണ്ടാമത് സജീഷ് കേസെടുക്കണോ? വിവരം കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ കേസെടുക്കണോ? ഈ പറയുന്ന കള്ള PR-മാർക്കെതിരെ കേസെടുക്കണോ? ഈ കള്ള PR-മാർക്കെതിരെ കേസെടുക്കണോ? അന്വേഷണം വേണോ? ദത്താത്രേയ ഹോസാബലെ റാം മാധവനെ പോയി കണ്ടത് രാഷ്ട്രീയമായി ശരിയാണോ? സജീഷ് ഉത്തരവില്ലല്ലോ. ഇവർക്ക് കൊടുക്കുന്ന സജീഷ് ഉത്തരവില്ലല്ലോ. ഇല്ല
ഒരു ചോദ്യത്തിനും ഉത്തരമായിട്ടില്ല. ഈ പറഞ്ഞ 23-23 മുമ്പ് 13-ാം തീയതി ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരിലേക്ക് കേരളത്തെ അപമാനിക്കാൻ വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊടുത്ത ആരാണ്? മുഖ്യമന്ത്രിക്ക് വെള്ളപൂശി ആ വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊടുത്ത ഈ കേസിന് ഏജൻസി തന്നെയാണോ? ഈ ഏജൻസി ആരാണ്? അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അന്വേഷണമില്ല, കേസില്ല എന്ന വാശി ഉണ്ടാവുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ആരുടെയെങ്കിലും അറിവോടെയാണോ ഈ സുബ്രഹ്മണ്യൻ രേഖാമൂലം ഹിന്ദുവിന് കത്തെഴുതിയത്? ഈ വിവാദം അങ്ങനെ തീരാനുള്ള വിവാദമല്ല. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.